കയറ്റം വേണേ കയറ്റം, പാറ വേണേ പാറ, ചള്ള വേണേ ചള്ള, ഏതൊഴിയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയ നേരത്തിൽ അത്രയധികം സ്ഥലങ്ങൾ ഞങ്ങളുടെ പോയി. എന്താണ് ഈ റേഞ്ചിലുള്ളവരോട് പുതിയതായിട്ട് നമ്മുടെ ഒരു ബജാജിന്റെ മാക്സിമം എടുക്കാൻ പോകുന്നുള്ളവരോട് പറയാനുള്ളത്? സാധാരണ ഒരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ഒരു ഇപ്പൊ പറഞ്ഞില്ലേ, ചള്ളയാണെങ്കിൽ ചള്ള, അല്ലെങ്കിൽ കയറ്റമാണെങ്കിൽ കയറ്റം, പാറയാണെങ്കിൽ പാറ, അവിടെ ഒന്നും കയറി വന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 100% അതിനകത്ത് ഗ്യാരണ്ടി പറയാം. ഏത് സ്ഥലത്തോടെയും കയറി പൊക്കോളും. നമ്മൾ എവിടെ ചെല്ലണം ആഗ്രഹിക്കുന്നത് അത് അവിടെ നമുക്ക് എത്താൻ പറ്റും. സാധാരണ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓട്ടോറിക്ഷ കയറി പോകാന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ആൾട്രേഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഹൗസിംഗ് ഒക്കെ ഇനി മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്? ഇല്ല, ഇതിന് ഹൗസിംഗ് ഒന്നും മാറ്റി വെക്കണ്ട. വേണ്ട. കാരണം അതിന്റെ ഓൾറെഡി അതിന്റെ എഞ്ചിന് അതിന് പവർ ഉണ്ട്. ഇത്ര ഇതുപോലെ കയറ്റാൻ വലിക്കാനും ഏത് പാറക്കകത്തിൽ കയറാനും ഓൾറെഡി കഴിവുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഇനി ആവശ്യമില്ല. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇനി മുന്നോട്ട് 16 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ പവർ ആവും. കുറച്ചുകൂടെ പവർ ആവാൻ സാധിക്കും. കാരണം എഞ്ചിൻ കുറച്ചുകൂടെ അഴയും. പുതിയ യന്ത്രഭാഗങ്ങളായതുകൊണ്ട് അത് എല്ലാം നല്ല പിടുത്തത്തിലാണ്. മനസ്സിലായി. കുറച്ചുകൂടെ ഒന്ന് അഴയാനുണ്ട്. കാരണം ഓടുന്തോറും അത് അഴഞ്ഞു നല്ല കുറച്ചും കൂടെ വലിയ നല്ല സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആവും. പിന്നെ കുറച്ച് മൈലേജോടെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്.